ഇത് ഒരു പച്ച പപ്പായ, തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കപ്പളങ്ങ. ഇതിനെ കപ്പയ്ക്കാനും കപ്പങ്ങ എന്നൊക്കെ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടും. ഞാൻ ഇന്ന് ഇതുകൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പുട്ട്, പപ്പയ പുട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പപ്പയ കൊണ്ട് നിങ്ങൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനും ഒന്ന് കാണണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഈ പപ്പയയുടെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് 2 കുറ്റി പുട്ടിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിന് ഞാൻ എടുക്കുന്നത് മട്ട അരിയാണ്. ഇത് 1 കപ്പ് അരി 10 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചേക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് കഴുകി വാരി എടുത്ത് കഴിഞ്ഞാൽ 5 മിനിറ്റിനകം ഇത് പൊടിക്കണം. പിന്നെ കുറച്ച് തേങ്ങ, ഉപ്പ്, ആവശ്യമുണ്ടെങ്കിൽ വെള്ളം. ഇത് കഴുകി വാരി വെച്ച് കഴിഞ്ഞ് 5 മിനിറ്റിനകം പൊടിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈർപ്പം എൻ്റെ അകത്ത് നിൽക്കണം. അത് ഡ്രൈ ആയി പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇത് പൊടിക്കാനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ സൗകര്യം അനുസരിച്ച് 1 or 2 പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കണം. എന്നെങ്കിലേ മട്ടയരി നന്നായിട്ട് കുതിർന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് ഒന്നിച്ച് തന്നെ പൊടിക്കുവാണ്. അപ്പം ഇത് ഈ പുട്ടിന് ആവശ്യമുള്ള രീതിയിലുള്ള തരിയോട് കൂടി പൊടിച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും അത് തരിയായിട്ടാണല്ലോ കിട്ടുന്നത്. പുട്ട് പുഴുങ്ങുമ്പം ഏറ്റവും നല്ലത് അങ്ങനെയുള്ള പൊടി കൊണ്ട് പുഴുങ്ങുന്നതാണ്. അതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 2 കുറ്റിക്ക് ആവശ്യത്തിനുള്ള പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി പൊടി നമുക്ക് ഫ്രിഡ്ജിൽ 3 ദിവസം ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം. ഇല്ലെങ്കിൽ നന്നായിട്ട് വറുത്ത് വെക്കണം. ഈ കപ്പളങ്ങയുടെ പകുതി നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് തൊലി ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. നമുക്ക് പുട്ടിനെ കുഴച്ചെടുക്കാം. പുട്ടിന് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് ആദ്യമേ ഉപ്പിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇതിലേക്ക് പപ്പായ ചേർക്കാം. ഇത് കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലായിരിക്കും. അത് നോക്കിയിട്ട് വേണം വെള്ളം ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട്. ഇപ്പം നമ്മൾ നനവോട് കൂടിയല്ലേ ഈ അരി പൊടിച്ചെടുത്തത്, അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇടാം. ഇത് ഓപ്ഷണലാണ്. തേങ്ങയും കൂടെ ഇട്ട് തിരുമ്പി കഴിയുമ്പം പുട്ടിന് അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നന്നായിട്ട് പുട്ടിന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാനിവിടെ ഇതുപോലെയുള്ളൊരു കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങ ചേർക്കാം. കൂടുതൽ തേങ്ങ ആയിരുന്നാൽ നമുക്ക് പൊടി ഇടാനുള്ള സ്ഥലം കുറഞ്ഞു പോയല്ലേ, അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ടല്ലോ. മേളിലും കൂടെ അല്പം തേങ്ങ ഇടാം. ഞാനൊരു കുക്കറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഇത് സാധാരണ പച്ചരിപ്പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു 2 മിനിറ്റോളം കൂടുതൽ ഇത് വേകാനായിട്ടിരിക്കണം. അപ്പോൾ ഇത് വേകാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. വളരെ ഹെൽത്തിയും പുതുമയുള്ളതുമായ ഈ പപ്പായ പുട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.